കഴിഞ്ഞ 18 ദിവസമായിട്ട് ഈ പറഞ്ഞ ഇപ്പോഴത്തെ അനിൽകുമാർ VC നടത്തിയ രജിസ്ട്രാർ നടത്തിയ ഫയലുകളിൽ ഒന്നും ഇദ്ദേഹം ഒപ്പിടാതെ ഇതിനകത്ത് പോയി. എന്നിട്ട് എന്താണ്, ഞാൻ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി മന്ത്രിയോട് പറയും. രജിസ്ട്രാറെ ഞാൻ സസ്പെൻഡ് ഈ പറയുന്ന ധാർഷ്ട്യമൊന്നും കേരളത്തിൽ വേണ്ടാന്നേ. ഈ രാഷ്ട്രീയം അവിടെ കിടന്നത് എന്താണ്, അവിടെ RSS വളർത്താനും അവിടുത്തെ BJP വളർത്താനും വേണ്ടിയിട്ടല്ല കേരളത്തിലെ സർവകലാശാല നിൽക്കുന്നത്. അതിന് വേണ്ട പണി വേറെ എടുക്കണം. അതിന് ഈ പരിപാടി രാജിവെച്ചിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ പ്രവർത്തനം എത്തണം. അതുപോലെയുള്ള ധാർഷ്ട്യമാണ്. എന്നിട്ട് പത്രക്കാരി വായിക്കുമ്പോൾ എനിക്ക് ഇത്രേ പറയാൻ പറ്റുള്ളൂ, ഞാൻ ഇറങ്ങിയാൽ പോവുകയാണ്, എനിക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് പറയണമെങ്കിൽ നേരമില്ല. പക്ഷേ അതേ നടത്തുന്നത് എന്താ അറിയോ, രാഷ്ട്രീയ പരിപാടി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂട്ടുനിന്നെടുക്കേണ്ട ഗതികേടൊന്നും കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കോ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കോ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്ന സാധനം ഒളിച്ചു കടത്താണ് സർവകലാശാലയിലേക്ക്, ഒളിച്ചു കടത്താണ് RSSനെ. ഇതിന് കൂട്ടുനിൽക്കുന്ന VCനെ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഇപ്പം എന്താണ്, ഞാനതാണ് ആദ്യം തുടങ്ങിയത്. ഇപ്പം ഭാരതാംബയുടെ പ്രശ്നം തീർന്നോ എന്നുള്ളത്, കാവിക്കോടി ഏന്തിയ ഭാരതാംബയുടെ പ്രശ്നം തീർന്നോ എന്ന് സർക്കാരും ഗവൺമെൻറ്റും ഇവിടുത്തെ പ്രതിപക്ഷവും പറയണം. അതോടുകൂടി ഈ പ്രശ്നം അവസാനിപ്പിക്കുകയുള്ളൂ. അല്ലാതെ VC വന്ന് കൈ കൊടുത്ത് മന്ത്രിയായിട്ട് കൈ കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല കേരളത്തിലുള്ളതെന്നുള്ളതാണ്.